CBSE സഹായിക്കാൻ ഇതാ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാനാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. IIT മദ്രാസിലെ പ്രൊഫസർ അടക്കമുള്ള സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. YS അഭിനന്ദ് ചേരുന്നു. YS അഭിനന്ദ്, എന്താണ് തുടർ നടപടികൾ പെട്ടെന്ന് എടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഈ സമിതിയുടെ പ്രവർത്തനം ഏത് രീതിയിലായിരിക്കും? വിനീത, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിനെതിരെ ഉയർന്ന അതിരൂക്ഷമായ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പിന്നാലെ ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. IIT മദ്രാസിലെ പ്രൊഫസർ മേൽനോട്ടം വഹിക്കുന്ന വിദഗ്ധ സംഘമാണ് ഇപ്പോൾ CBSE സഹായിക്കാൻ വേണ്ടി നിയമിച്ചിരിക്കുന്നത്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് ഈ ഉന്നത കമ്മിറ്റിയുടെ ലക്ഷ്യം. അതായത് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ഉത്തരപേപ്പറിന്റെ പകർപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങളുണ്ടായി. പുനർമൂല്യനിർണ്ണയത്തിലെ അപേക്ഷയിൽ കൃത്യമായി സൈറ്റുകളിൽ അത് വർക്ക് ചെയ്യുന്നില്ല, സ്കാൻ ചെയ്യുന്നില്ല. അങ്ങനെ നിരന്തരമായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു വിദ്യാർത്ഥികൾ ഈ ദിവസങ്ങളിൽ അത്രയും ഉന്നയിച്ചത്. അതിനാണ് ഇപ്പോൾ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. IIT മദ്രാസിലെ പ്രൊഫസറായിരിക്കും ഈ മേൽനോട്ട സമിതിക്ക് അധ്യക്ഷത വഹിക്കുക. CBSE പ്രധാനമായും അതിനെ ഒന്നും കൂടി കൃത്യമായി എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. റിവാലുവേഷൻ പ്രോസസ്സിന്റെ അവസാന തീയതി ഇന്നാണ് 12 മണിയോടുകൂടി അവസാനിക്കും. ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാ സാങ്കേതിക തകരാറുകളും പരിഹരിച്ച് കൃത്യമായി സുതാര്യമായിട്ടുള്ള സേവനം അത് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തീരുമാനമായിട്ടുണ്ടോ അഭിനന്ദ്? വിനീത, ചിലപ്പോൾ തീയതി നീട്ടിയേക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും ഒപ്പം തന്നെ CBSE വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. CBSE 12ാം ക്ലാസ് പരീക്ഷ മൂല്യനിർണ്ണയത്തിന് അല്ലെങ്കിൽ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അവസാന തീയതി ഇന്നാണ്. 12 മണി വരെയാണ് സമയം. പക്ഷേ ഈ മേൽനോട്ട സമിതി അടക്കം CBSE സഹായിക്കുവാൻ വേണ്ടി നിയമിച്ച ഈ ഘട്ടത്തിൽ അത് തീയതി നീട്ടിയേക്കും എന്നുള്ള ഒരു അഭ്യൂഹം കൂടി വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കേണ്ടത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും മന്ത്രിയുമൊക്കെയാണ്. ഉടൻ അതിനകത്ത് ഒരു വ്യക്തത വരും എന്നതാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. വിനീത, ശരി, അഭിനന്ദ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അഭിനന്ദ ഈ വിഷയം കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. CBSEയുടെ തുടർ നടപടികൾ അത് ആശ്വാസകരമാകും വിദ്യാർത്ഥികൾക്ക് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സമയം നീട്ടി നൽകിയേക്കും എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, ആശങ്ക വേണ്ട, നടപടികൾ കൈക്കൊള്ളും ഉടൻ തന്നെ എന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നു. പല കുട്ടികളും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റുകൾ ഇടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും രക്ഷിതാക്കളുടെയൊക്കെ പൂർണ്ണ പിന്തുണ അവർക്കുണ്ടാവുകയും വേണം. മാനസിക സമ്മർദ്ദത്തിൽ പെട്ടുപോവാതെ നോക്കുകയും വേണം.